മിനിസ്റ്ററെയൊക്കെ നേരിട്ട് കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക്. അത് എനിക്ക് വേണ്ടി പറഞ്ഞതല്ല, മറ്റ് സംരംഭകർക്ക് കൂടെ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ശരിക്കും ലൈസൻസ് നമ്മുടെ കേരളത്തിൽ കിട്ടാൻ പാടല്ലേ? തീർച്ചയായിട്ടും. എല്ലാവരും പറയുമല്ലോ, നമ്മൾ ഈ എന്താ പറയുക, മന്ത്രിയെ മിനിസ്റ്ററെയൊക്കെ നേരിട്ട് കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് കാണാൻ പറ്റത്തില്ല, അതെല്ലാവരും പറയുന്നതാണ്. പക്ഷേ അവർ തന്നെ അവർക്ക് ഒരു എന്താ പറയുക, അവരൊന്ന് മെയിൽ അയച്ചു കഴിഞ്ഞാൽ, നമ്മളെ പ്രോബ്ലം മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ നോക്കി കാര്യങ്ങളൊക്കെ നടത്തുമോ, ചിലരൊന്നും വിശ്വസിക്കില്ല. പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്തു. എനിക്ക് ഈ സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഞാൻ മിനിസ്റ്റർക്ക് മെയിൽ ചെയ്തു. മെയിൽ ചെയ്തതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്ന് റിപ്ലൈ വന്ന് എന്നെ കാണാമെന്ന് സമ്മതിക്കുകയും കണ്ട് എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് എത്തണം എന്നില്ല. അപ്പോൾ ആ ടൈമിൽ ഞാൻ മിനിസ്റ്ററോട് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എനിക്ക് വേണ്ടി പറഞ്ഞതല്ല, മറ്റ് സംരംഭകർക്ക് കൂടെ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതായത് ഞങ്ങളെപ്പോലെയുള്ള സംരംഭകർക്ക് ഒരു ക്ലാസ്സിൻ്റെയോ മോട്ടിവേഷൻ്റെയോ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഞങ്ങൾ കാണേണ്ട ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് കേരളത്തിൽ. അവർക്ക് മാസത്തിൽ ഒരിക്കലും